ബൈബിളിലെ അവസാന പുസ്തകമായി വെളിപ്പാട് പുസ്തകം, അതിൻ്റെ 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാമോ? ഇതിന് ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരൻ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുത്തോലയുമായി സിംഹാസനത്തിലും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. ആദ്യത്തെ ചോദ്യം, ആരൊക്കെ നിന്നത്? സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിലും ഭാഷകളിലും. സ്തോത്രം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും ബൈബിളൊക്കെ വായിക്കുന്നില്ലേ? നമ്മുടെ പുസ്തകം അനുസരിച്ച് ടിക്ക് ചെയ്യുന്നുണ്ടോ, അതോ മറന്നുപോയോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വാക്യം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, എത്ര RSSകാർ, എത്ര BJPക്കാർ, എത്ര സുവിശേഷ വിരോധികൾ, എത്ര മുസ്ലിം തീവ്രവാദികൾ, ആരൊക്കെ എന്ത് ചെയ്താലും ഇന്ത്യ മഹാരാജ്യത്തിൽ കർത്താവിൻ്റെ ഹൃദയം ഇന്ത്യ രാജ്യത്തോടു കൂടി ഉണ്ടെന്ന് ഉറപ്പാണ്. കാരണം ഈ ഭാഷകൾ, വംശങ്ങൾ, ഗോത്രങ്ങൾ, ഇങ്ങനെ എണ്ണിക്കൂടാൻ കഴിയാത്തൊരു ജനം എവിടെ വരും? കുഞ്ഞാടിൻ്റെ അവിടേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും സുവിശേഷത്തെ അവസാനിപ്പിക്കാൻ ഒരു ദുഷ്ടശക്തിക്കും സാധ്യമല്ല. ഇപ്പോൾ കർത്താവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് കത്തോലിക്കലിൽ നിന്ന് വന്ന കുറച്ചു പേരോ, യാക്കോബായിൽ നിന്ന് വന്ന കുറച്ചു പേരോ, ഹിന്ദുക്കളിൽ നിന്ന് വന്ന കുറച്ചു പേരോ ഒന്നുമല്ല. ഞാൻ അവരോട് പറഞ്ഞു, 6 കൊല്ലം ഹിന്ദി ആരാധന നടത്തിയൊരു പാസ്റ്ററാണ്. ഹിന്ദി അറിഞ്ഞിട്ടല്ല. പച്ചക്കറിക്കടയിൽ പോകുമ്പോൾ പച്ചക്കറി എടുത്തു കൊടുക്കുന്നവൻ ഹിന്ദിക്കാരൻ. തലമുടി വെട്ടാൻ പോകുമ്പോൾ അവിടെ തലമുടി വെട്ടുന്നവൻ ഹിന്ദിക്കാരൻ. കോഴിക്കടയിൽ പോകുമ്പോൾ കോഴി വെട്ടുന്നവൻ ഹിന്ദിക്കാരൻ. അപ്പോൾ എൻ്റെ ഉള്ളിൽ കർത്താവിനെ അറിയാത്തവരാണല്ലോ എന്ന ചിന്തയാണ് 6 കൊല്ലക്കാലം ഇവിടെ ഒരു ഹിന്ദി ആരാധന ഉണ്ടാകുന്നത്. 10 പേരോളം ഒഡീസക്കാരായ ആൾക്കാരെ സ്നാനപ്പെടുത്തുവാനും സ്വർഗ്ഗത്തിൽ ദൈവം സഹായിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നമ്മൾ ചില ആൾക്കാർ പറയും ഹിന്ദി അറിയില്ല, എനിക്ക് മറ്റു ഭാഷകൾ അറിയില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഭാഷ അറിഞ്ഞുകൊണ്ടല്ല, കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് എല്ലാ ഭാഷക്കാരും എല്ലാ ജാതിക്കാരും ഒക്കെ കർത്താവിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഹിന്ദിക്കാർ, ഭായിമാർ, അതുപോലെ മറ്റ് സംസ്ഥാനക്കാരൊക്കെ കാണുമ്പോൾ അവരോട് സുവിശേഷം പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞിട്ടില്ല എന്ന സത്യം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കർത്താവിൻ്റെ ഹൃദയത്തിൽ പറയുന്നത് എല്ലാ ഭാഷക്കാരും എല്ലാ രാജ്യക്കാരും എല്ലാവരും കർത്താവിൻ്റെ അടുത്തേക്ക് വരും. ഇതാ കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം മുൻകൂട്ടി എഴുതിയിരിക്കാം. രണ്ടാമത്തെ ഒരു വാക്യം നമുക്ക് വായിക്കാം. അത് ഹബക്കൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. അത് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു വാക്യമാണ്. നമ്മുടെ പ്രാർത്ഥന വിഷയം പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങളെ പുറത്തു വരുന്നു. ഇത് കർത്താവിൻ്റെ ഹൃദയത്തിൽ. ഹബക്കൂക്ക് 2:14. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ. ശ്രദ്ധിക്കണം, ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം ഒന്നും അറിയണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എങ്കിലും മഹത്വം ഒന്നും അറിയാം. കർത്താവിനെ അറിയുമ്പോൾ, സുവിശേഷം കേൾക്കുമ്പോൾ, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ, ഒരു കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ, അവൻ കർത്താവിൻ്റെ ശരീരത്തിന് അംഗങ്ങളാകുമ്പോൾ, കർത്താവിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിലേക്ക് പകർന്നു വരുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ ചർച്ചക്കാരിൽ, നമ്മുടെ ദേശത്തിലൊക്കെ വ്യാപരിക്കും. ആ മഹത്വം കൊണ്ട് നിറയുവാനായിട്ടുള്ളത്. ഇതാണ് കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അടുത്ത വാക്യം,
67 സങ്കീർത്തനം 2 വാക്യം. 67 സങ്കീർത്തനം 2 വാക്യം. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ഇവിടെ പറയാണ്, ഈ ലോകത്തിലുള്ള സകല നേഷൻസും, സകല ജാതികളും ദൈവത്തിൻ്റെ മഹത്വം എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ രക്ഷ അറിയണം എന്നാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നോക്കി പ്രവർത്തിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. കാരണം കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടതിനെ കുറിച്ച് ഓർത്താണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇതിലേക്ക് കരഞ്ഞെത്തുന്നത്. അടുത്ത വാക്യം മലാക്കി പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. 11. സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്ന ഒരു വാക്ക്, തൻ്റെ ഹൃദയത്തിലുള്ള ഒരു വാക്ക പറയുന്നത്. ഈ പറയുന്ന ഓർക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, നമ്മുടെ പലരും വിദേശത്ത് പോയവരുണ്ട്. ജോയ്സ് ഒരു കൊല്ലം വിദേശത്ത് പോയി, വിദേശത്ത് നിന്ന് ലീവിന് വന്നിരിക്കാൻ ആരും ബിനോയി. ഇപ്പോൾ ഇവിടെ 11:30 കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇപ്പോൾ എത്ര മണിയായിട്ടുണ്ട്? 1.5 മണിക്കൂർ കുറവോ കൂടുതലോ? കുറവ്. നമ്മൾ വായിച്ച വചനത്തിൽ കാണുന്നു, ഉദയം മുതൽ അസ്തമയം വരെ. അപ്പോൾ ദൈവം ഈ വചനം എഴുതുമ്പോൾ തന്നെ, മലാക്കി പുസ്തകം എഴുതുമ്പോൾ തന്നെ ഭൂമി ഉരുണ്ടതാണെന്നും ഒരു റൊട്ടേറ്റ് ചെയ്യുന്നുവെന്നും റിവോൾവ് ചെയ്യുന്നുവെന്നും ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ഒക്കെ ഉണ്ടെന്ന് സ്വർഗത്തിലെ ദൈവത്തിനറിയാം. ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലല്ലേ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്ങനെ പറഞ്ഞു? ഉദയം മുതൽ അസ്തമയം വരെ. നമ്മുടെ മിക്കവാറും എല്ലാ ആരാധനയും ഒരു 10 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കൊക്കെ ആയിരിക്കും. 6:30 എവിടെയെങ്കിലും ആരാധന ഉണ്ടാവും, ചുരുക്ക സ്ഥലത്ത് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അർത്ഥം ഈ ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ അനേക ഭാഷക്കാരുടെ ഇടയിൽ ഇപ്പോൾ പകലും ആയിരിക്കുമ്പോൾ രാത്രിയായിരിക്കും, രാത്രിയായ സമയത്ത് പകലായിരിക്കാം എന്ന് പറഞ്ഞാൽ 24 hours ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് നടക്കുന്ന പറയുന്നത്? ആരാധന ഉണ്ടാവുന്ന ഈ പറഞ്ഞത് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച മലാക്കി പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ലോകത്തിൽ മനുഷ്യരുള്ളിടത്തൊക്കെയും ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാകും, ആരാധിക്കുന്ന അനുഭവം ഉണ്ടാകുമെന്ന് കർത്താവിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം പുറത്തേക്ക് വരാം. സ്തോത്രം. ഇന്ന് കരം വരുത്തി കർത്താവിൻ്റെ സ്തുതി. ഇത്രയും കർത്താവ് ഹൃദയത്തിലേക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ വായിച്ചു. അടുത്തൊരു വാക്യം വായിക്കും, അത് നമ്മോടുള്ള ബന്ധത്തിലാണ്. ആ കർത്താവിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം നമ്മളെങ്ങനെ നടപ്പിലാക്കണം എന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം അവരോട് വായിക്കുന്നു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. ഈ ലോകത്തിലെ എല്ലാവരും ദൈവത്തെ അറിയണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, എല്ലാ സ്ഥലത്തും ദൈവത്തിൻ്റെ നാമം ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം പറയുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പുറപ്പെട്ടു പോയി എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. വലിയൊരു ഉത്തരവാദിത്വം. നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ഇവിടെ വന്ന ഞാൻ ഇന്നലെ കാലത്തിരുന്ന് വിചാരിക്കുന്നു, ദൈവം ബാങ്കിൽ മാനേജർ പറഞ്ഞു ആ എൻഡോഴ്സ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ പിന്നെ വരണം, 30-ാം തീയതി കഴിഞ്ഞിട്ട് വരണം. 30-ാം തീയതി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞു. ഈ ബാങ്കിൽ പോയി ഇത് ശരിയായി എന്ന് അറിയണ്ടേ?
ഞാനിങ്ങനെ എത്ര നാളിങ്ങനെ ഒരാളെ കാത്തു നിൽക്കും, ഇന്നല്ലെങ്കിൽ ബൈക്കോ അല്ലെങ്കിൽ വണ്ടി ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ആരെങ്കിലും ഒന്ന് വന്ന് എന്നെ ഒന്ന് കൊണ്ടുപോകാനുണ്ടെങ്കിൽ. എന്നെ തങ്കച്ചൻ കൊണ്ടുപോയിട്ടുണ്ട്, ജോജൻ കൊണ്ടുപോയിട്ടുണ്ട്, പലരും പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്. എന്നാലും ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എന്നെ ഒരാൾ ഫോൺ ചെയ്തേക്കാം, പാസ്റ്റർ ഞാൻ തിരുമുടിക്കുന്ന് വരെ വന്നിട്ടുണ്ട്, ബംഗാളികൾക്ക് കുറച്ച് പുസ്തകം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക. പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ കുറച്ച് ട്രാക്ടൊക്കെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മൾ കൊണ്ടുപോകാൻ പറ്റും, എന്നാൽ വരാൻ പറഞ്ഞു. അദ്ദേഹം വന്നു. ഏകദേശം ഒരു 4000-ലധികം ട്രാക്റ്റുകളും പുസ്തകമായിട്ട് ഞാൻ കൊടുത്തു. അദ്ദേഹം എത്ര കൊടുത്താലും അദ്ദേഹം വാങ്ങിച്ചു. പല സഞ്ചികളായിട്ടാണ് വരുന്നത്, ഇപ്പോൾ ഒരുക്കത്തിലാണ് വരണത്. വലിയ അരിസഞ്ചി പോലത്തെ സഞ്ചികൾ 3-4 ഉണ്ട് എപ്പോഴും. എത്ര എടുത്താലും അത് നോ പറയില്ല, എത്രയും തരാമെന്ന് പറയും. ഒക്കെ കൊടുത്ത് ഞാൻ അദ്ദേഹത്തോട് വന്നു, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എന്നെ കൊരട്ടിൽ ദേവമാതയ്ക്ക് അടുത്തുള്ള ബാങ്കിലൊന്ന് അവിടെ, അത് ഇവിടെ വേണേ അച്ഛൻ പറഞ്ഞു അവിടെ ആക്കി തരാം. പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വർഗീസ് എന്നതിൻ്റെ പേര്. നമ്മുടെ കാലടിക്ക് അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം എന്നെ അവിടേക്ക് കൊണ്ടുപോയി. നിങ്ങൾക്കറിയാം, ഭയങ്കര റോഡ് ബ്ലോക്കുള്ള സമയം. എന്നെ കൊണ്ടുപോയി അവിടേക്ക് ഞാൻ ആ മാനേജറുടെ കണ്ടു ചോദിച്ചു, എന്തായി ഞാനിങ്ങനെ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ നോക്കി, എന്നാ വരാൻ പറഞ്ഞത്? 30 കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എന്താ വരാഞ്ഞേ? ഞാൻ പറഞ്ഞു, എനിക്ക് അല്പം സുഖം ഉണ്ടായിരുന്നില്ല, പിന്നെ യാത്രയുണ്ടായിരുന്നു. ശരി, ഇതിൻ്റെ പേരുള്ള ആൾ വന്നാലേ കാര്യമുള്ളൂ. ഭാര്യയെ കൊണ്ടുവന്നു. ശരി, എപ്പോഴാണ് കൊണ്ടുവന്നു? 3 മണി കഴിഞ്ഞ് കൊണ്ടുവന്നു. അങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അവിടെ ചെയ്യാനുണ്ടായിരുന്നു. ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ കൊണ്ട് ജോയ്സിനെ കൊണ്ടുപോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കാനായിട്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, അദ്ദേഹം ഇത്രയധികം ലഘുലേഖകളും പുസ്തകങ്ങളും അനേകർക്ക് കൊടുക്കുന്ന മനുഷ്യൻ. എന്തുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്? അറിയാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഞാൻ പല ലഘുലേഖകളും പ്രിൻ്റ് ചെയ്തത് കളർ നോക്കിയാൽ ചിലർ കളിയൊക്കെ ചെയ്യും. വാസ്തു ഭയങ്കര വർണ്ണ കളറിലാണ് അടിച്ചാണ്. ഒരെണ്ണം പിങ്ക് കളർ, ഒരെണ്ണം യെല്ലോ കളർ, ഒരെണ്ണം റെഡ് കളർ. ഇതെന്ത് ഇങ്ങനത്തെ കളറിൽ അടിച്ചാണ്? ഞാൻ പറഞ്ഞു, പലർക്കും ഭാഷ അറിഞ്ഞുകൂടാ, ഒടി ഏതാ ബംഗാളി ഏതാന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറയുന്നത്, മഞ്ഞ കളറിലുള്ളത് ബംഗാളി, നീല കളറിലുള്ളത് ആസാമീസ്, പച്ച കളറിലുള്ളത് നേപ്പാളീസ്. ഇങ്ങനെ പറഞ്ഞ് ഞാൻ കൊടുക്കുക. അനേകർക്ക് കൊടുക്കാനുള്ള ആഗ്രഹം നിമിത്തം ആയിരക്കണക്കിന് എണ്ണിക്കൂടാൻ കഴിയാത്ത എണ്ണത്തിൽ ട്രാക്ട് ഇത് ചെയ്യാനുണ്ട്. പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഒരു ടീം വരും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഇതൊക്കെ തീർന്നിരിക്കുക, അടുത്ത ദിവസം തന്നെ പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞെന്നറിയും, കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ ദൈവം നമ്മെ വിളിച്ചത് നമ്മുടെ സ്വന്തമായ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറാവണം. നമ്മൾ 12:30 ആകുമ്പോഴേക്കും ഇങ്ങനെ വാച്ച് നോക്കും. പാസ്റ്റർ പറയുമ്പോൾ സമയം കൂടുന്നുണ്ടെങ്കിൽ അപ്പോൾ വാച്ച് നോക്കും. ഇതെന്ത് വലിച്ചു നീട്ടണമെന്ന് തോന്നും. വലിച്ചു നീട്ടലല്ല പ്രിയപ്പെട്ടവർ. ഞാൻ 5 വാക്യങ്ങളാണ് നിങ്ങളോട് സംസാരിച്ചത്. ഈ 5 വാക്യങ്ങൾ അടുത്ത ആഴ്ച ഞാൻ നിങ്ങളോട് ചോദിക്കും. ഇത് ഞാനീ പറഞ്ഞ മെസ്സേജ് നിങ്ങളിൽ ചിലർക്ക് വന്ന് പറയാൻ അവസരം നൽകും. ഒന്നാമത് ഞാൻ പറഞ്ഞ വാക്യം ഏത് അറിയും? ഏതിൽ നിന്നാ പറഞ്ഞത്? വെളിപ്പാട് 7:9. രണ്ടാമത് പറഞ്ഞ ഏതാ? ഹബക്കുക്ക്. മൂന്നാമത് പറഞ്ഞ ഏതാ? നാലാമത് പറഞ്ഞ എന്താ? അഞ്ചാമത് പറഞ്ഞ എന്താ? ഇത്രയും വിഷയത്തെ സംബന്ധിച്ച് കർത്താവിൻ്റെ ഹൃദയം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ഇത് ഇങ്ങനെയാണ് എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും ഞാൻ ചോദിക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലരുടെ ഹൃദയം വന്നു. കർത്താവിൻ്റെ മെസ്സിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുന്നു. 2 വാക്യങ്ങളും കൂടി ദൈവത്തിൻ്റെ ആത്മാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ശ്രദ്ധിക്കുക, ആരും നശിച്ചു പോകാൻ ആരാഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ
നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോടും പ്രിയപ്പെട്ടവരല്ലാത്തവരോടും കർത്താവിനെ കുറിച്ച് പറയണോ വേണ്ടത്? കർത്താവിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമല്ലേ അത്? ഒരു വാക്യം കൂടി വായിക്കാം. 1 തിമോത്തി 2-ാം അധ്യായം 3-4 വാക്യം. ആ, ഓക്കെ. ആ, സകലരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുവാനും രക്ഷ പ്രാപിക്കാനും ആഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. തിരുവചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ കാണാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അനേകർ കർത്താവിലേക്ക് വരും. കേട്ടോ? ഒരു വാക്യം കൂടി എഴുതിൻ്റെ ആത്മാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല. ആ വാക്യം ഇതാണ്: ദൈവഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. കാരണം ഇരുട്ടിൽ നിന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് നയിച്ചിരിക്കുക. വെളിച്ചത്തിലായിരിക്കും നമ്മൾ ഇരുട്ടായിരിക്കുന്ന ലോകത്തിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, പല വിധത്തിലുള്ള പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ട്, സത്യം. പക്ഷേ അതൊന്നും ദൈവത്തിൻ്റെ വഴിയിൽ നിന്നോ ഉത്തരവാദിത്തത്തിൽ നിന്നോ ദൈവത്തിൻ്റെ ഹൃദയമനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നോ നമ്മെ തടസ്സപ്പെടുത്തുന്നില്ല. ഞാൻ അന്നു സഹോദരി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അന്നു സഹോദരി വിശ്വാസത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തൻ്റെ മകൻ രാഹുൽ ഇന്നും സ്നാനപ്പെട്ടിട്ടില്ല. രാഹുൽ അവൻ ഭയങ്കര ഒരു കുറുമ്പനാണെന്ന്, പറഞ്ഞനുസരിക്കാത്ത ആളാണെന്ന്, ഒരു സ്ഥലത്ത് നിന്ന് ഇരിക്കില്ല, ഭയങ്കര പ്രശ്നക്കാരനെ പോലെയായിരുന്നു. ഇവർ പല പള്ളിയിലൊക്കെ പോയി നോക്കി. അങ്ങനെ തിരുമുടിക്കുന്ന് പള്ളിയിൽ പോയപ്പോൾ, തിരുമുടിക്കുന്ന് പള്ളിയാണെന്ന് എൻ്റെ ഓർമ്മ. എവിടെ? ആ, പാർപ്പുറം പള്ളിയിൽ പോയപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ കൊഞ്ചിച്ച് വഷളാക്കി, നല്ലൊരു വടി വെട്ടി ഇവന് 4 കൊടുത്താൽ എന്ത് ചെയ്യും? നേരെയാവുമെന്ന് പറഞ്ഞു. ആണായിട്ടൊരു കൊച്ചേ ഉള്ളൂ. അത് കാരണം അന്വസൗരിക്ക് പ്രത്യേക സ്നേഹം ആരോടുണ്ട്. എത്ര കുറുമ്പ് കാണിച്ചാലും ഇങ്ങനെ പറയില്ലേ, കാക്കിക്ക് തങ്ങുഞ്ഞു എന്ന് പറഞ്ഞ മാതിരി അവനോട് പ്രത്യേക സ്നേഹമുണ്ട്. അവന് വലിയ വടി വിട്ട് തല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാവോ? അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം 5 ആളുടെ കൂടെ ഇവനെ കൊണ്ടുവരാം. ആരാ 5 ആള്? അന്നു സഹോദരി ഉണ്ട്, അപ്പോഴവൻ വരുള്ളൂ. രാഹുൽ, അന്നു സഹോദരി, അവൻ്റെ അങ്കിള് തോമസ്, പാസ്റ്ററാണ് അദ്ദേഹം, ഭാര്യ എൽസി, എൽസിയുടെ ചേച്ചി ഓമന, ഓമനയുടെ ഭർത്താവ് ജോസ് ബ്രദർ അടക്കം 5 പേരും ഇവരുമായിട്ട് ഇവിടേക്കൊരു ജാഥ പോലെ വരും. ഞാൻ ആ ഫ്രണ്ട് റൂമിലുണ്ട്. അപ്പോൾ വരും എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് ഞാൻ ലഡു ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി. വന്ന വഴി വരുന്ന ഒറ്റ ഓട്ട എവിടേക്ക് കപ്പേള വരെ ഓടും. നമ്മൾ പിന്നാലെ ഓടും. അവർ പോയിട്ട് അവനെ പിടിച്ചു വന്നു, ലഡു ഒക്കെ കൊടുത്ത് അവനെ ഇരുത്തിയോണം. ഇങ്ങനെ റെസ്റ്റ്ലെസ്സായ ഒരുത്തനോട് എങ്ങനെ സുവിശേഷം പറയാൻ പറ്റും? ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ പറഞ്ഞാലൊന്നും അവന് മനസ്സിലാക്കാനുള്ള കഴിവില്ല, പക്ഷെ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ്. നീ ഒരു പണി ചെയ്യും. എനിക്ക് ഈ സംഭവം ഒന്നും അറിയില്ല. ഇവർ അച്ഛൻ്റെ അടുത്ത് പോയതും തല്ലണമെന്ന് അച്ഛൻ പറഞ്ഞതൊന്നും എനിക്കറിയില്ല. അവരിവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അനുസരിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. രാഹുൽ ഇവിടെ വന്ന നിമിത്തം 5 പേരും സ്നാനപ്പെടുവാൻ തീരുമാനിച്ചു. രാഹുൽ ഇന്നും സ്നാനപ്പെട്ടിട്ടില്ല. എന്നോട് സ്നേഹമാണ്, അതേസമയം തന്നെ സ്നാനപ്പെടുത്താത്തതിൽ എന്തുണ്ട്? ഒരു സ്നാനപ്പെടുത്തി കഴിഞ്ഞിട്ട് അവൻ സ്നാനപ്പെട്ട ഒരാളെ പോലെ ജീവിച്ചില്ലെങ്കിൽ സ്നാനപ്പെടുത്തിയ പാസ്റ്റ് ആൾക്കാർ ചോദ്യം ചെയ്യും. ഞാൻ അവരോട് പറഞ്ഞു, അതുകൊണ്ടാണ്, അല്ലാതെ എനിക്ക് ഇതിനോട് സ്നേഹം കൊണ്ടുണ്ടായിട്ടല്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു.
എന്നാൽ ഞങ്ങളോട് പറയട്ടെ, ഈ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ 2 ഡോക്ടർമാർ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുജിത്തിൻ്റെ സഹോദരിയും ഭർത്താവും. അവർ ഞങ്ങളുടെ ഒരു വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കോഴിക്കോട്ടേക്ക് ഉണ്ടായിട്ടുണ്ട്. തമിഴ് കോഴിക്കോട്ടെ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. കോഴിക്കോട്ടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കൈ എന്താ പറയുക, പിച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൊണ്ടുവന്ന് തന്നു. അതൊക്കെ കഴിച്ചു. ആ സ്ത്രീക്ക് 15 വയസ്സായ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി എന്ന് പറയുന്നത് ഒരു 4 വയസ്സുള്ള കുട്ടിയുടെ വലിപ്പമേ ഉള്ളൂ. അതേസമയം അവന് ക്യാൻസറും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നടക്കാൻ കഴിയില്ല, വളരെ പ്രയാസം. എന്നാൽ ഇവൻ്റെ അമ്മയും ഇവൻ്റെ അച്ഛനും ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 2 പേരും കർത്താവിനെ അറിയുവാനാണ്. അവരുടെ വീട്ടുകാർ മുഴുവൻ ഈ കുഞ്ഞൊരു ശാപമാണ് എന്ന് പൂജാരിമാരും എല്ലാവരും പറയും. പക്ഷെ ഇവർ മാത്രം കർത്താവിൻ്റെ സ്നേഹനിമിത്തി കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. എന്നോട് ഡോക്ടർ സുജിത്ത് പറഞ്ഞു, പാസ്റ്റർ പ്രായവും പാസ്റ്റർ ചെയ്ത് ശുശ്രൂഷ നിമിത്തം പാസ്റ്റർ അവിടെ പ്രാർത്ഥിക്കും. ഞാനെന്ത് ചെയ്യുന്നറിയാമോ, ആ കൊച്ചിനെ ആ സ്ത്രീ കരത്തിലെടുത്തു. ഞാൻ ആ കുഞ്ഞിനെ ചുംബിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുണ്ട്. അവരുടെ അമ്മ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഇതാണോ ശരി, അതാണോ ശരി, ഇതാണോ ഇത്, അങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സന്ദർഭം. ഞാൻ യാതൊരു ലജ്ജയും കൂടാതെ തികഞ്ഞ സ്നേഹനിമിത്തം ഞാൻ ആ കൊച്ചിനെ ചുംബിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട് അവരുടെ അമ്മമ്മയും അവരുടെ റിലേറ്റീവ്സും കർത്താവിലേക്ക് വരും. ഞാൻ അവരോട് പറഞ്ഞു, ഈ കുഞ്ഞു നിമിത്തമുള്ള കഷ്ടത നിമിത്തം അവരുടെ അനേക ആൾക്കാർ കർത്താവിനെ അറിയുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം പോലും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പിറുപിറുക്കുകയോ അതിനെക്കുറിച്ച് ലജ്ജിക്കുകയോ അതിനെക്കുറിച്ച് ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത്. അതിനുള്ള അവസരമാക്കാൻ ദൈവത്തിന്. അങ്ങനെ പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, കർത്താവിൻ്റെ ഹൃദയം നമ്മെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുവരിക. എല്ലാ ഭാഷക്കാരും, എല്ലാ ജാതിക്കാരും, എല്ലാ ദേശക്കാരും ഒക്കെയും കർത്താവിനെ അറിയുവാനാണ്. കാരണം കർത്താവിൻ്റെ നാമം ഒരു ബലമുള്ള ഗോപുരമാണ്. അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എന്ന് പറഞ്ഞാൽ പുരുഷനെന്ന് പറയുമ്പോൾ സ്ത്രീയില്ലാതെ ആയിരിക്കരുത്. പുരുഷൻ എന്ന് പറയാൻ കാരണം പുരുഷത്വമുള്ളവർ എന്നുള്ള അർത്ഥത്തിൽ ധൈര്യമുള്ളവർ. അതുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കും. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പറയും, 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൽ അതിൻ്റെ തെക്കേറ്റത്തുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ പരിശുദ്ധാത്മാവിന് കൊർണേലിയസിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ പത്രോസിനും കൊർണേലിയസിനും സ്വപ്നം കാണിച്ചു കൊടുത്തില്ല. ശൗലിനെ രൂപാന്തരപ്പെടുത്തുവാൻ അനനിയാസിനും ശൗലിനും ദർശനം കാണിച്ചു കൊടുത്തുവെങ്കിൽ 140 കോടി ജനം കർത്താവ് നിസാരക്കാരല്ല എന്ന് മനസ്സിലാക്കിയ നിങ്ങൾ മുട്ടിന്മേലിരുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം ചിലരുടെ പേര് കാണിച്ചു തരും, ചിലരുടെ വീട് കാണിച്ചു തരും, ചില സ്ഥലത്തേക്ക് കടന്നു പോകാൻ ദൈവം നിങ്ങൾ അനുവദിക്കും. ഇതുവരെ നിങ്ങളോട് ദൈവം സംസാരിച്ചില്ലെങ്കിൽ ചില വ്യക്തികളെ കൃത്യമായി കാണിച്ചു കൊടുക്കും. ഇത് ദൈവം മുഖം നോക്കിയിട്ടല്ല, വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല. ആ സ്ത്രീ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോൻ്റെ അവസ്ഥയല്ല, എനിക്ക് ഒറ്റ ആഗ്രഹമുണ്ട്, ഞാൻ കർത്താവിനെ അറിഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ കർത്താവിനെ അറിഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ കരഞ്ഞു. അതുകൊണ്ട് നമ്മുടെ വിലയേറിയ സമയം കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് നാം കർത്താവിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി കർത്താവായ യേശു അപ്പം ഇതിൻ്റെ ശരീരമാകും നിങ്ങൾക്ക് വേണ്ടി കടക്കുന്ന എൻ്റെ ശരീരം. ഇത് വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുകയും